മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ റിവ്യൂ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. മനു വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൈജയന്തി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടല്ലോ. അതിന്റെ പുറകെ തന്നെ മനു ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആന്റിക്ക് വലിയ ജാട, വല്ല പ്രൊമോഷനും കിട്ടിയോ എന്നുള്ള കാര്യം. പ്രൊമോഷനല്ല, ഡീ പ്രൊമോഷൻ ആണ്. ഇപ്പോ അടുക്കള ജോലിക്കാരിയേക്കാൾ താഴ്ന്ന സ്ഥാനമാണ് എനിക്ക്. ആന്റി എന്തിനാണ് സന്ധി സംഭാഷണം ഒന്നും വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞത്? നീയൊക്കെ അവളുടെ സൈഡല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ അലീന പോയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല എന്ന് വൈജയന്തി പറയുമ്പോ അത് ആന്റി വെറുതെ വിചാരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അലീന ഈ വീട്ടിൽ തന്നെ താമസിക്കും. എവിടെ? ഞാൻ ഇവിടെ ഉള്ളിടത്തോ? അതും എന്റെ പെർമിഷൻ ഇല്ലാതെയോ? ആന്റി ചലഞ്ച് ചെയ്യുന്നു. ആന്റി എന്റെ അമ്മയുടെ അടുത്ത് കളിക്കുന്നത് പോലെയല്ല എന്നോട്. നീ എന്നെ എന്ത് ചെയ്യുന്നു? വൈജയന്തി ചോദിക്കുന്ന സമയത്ത് ഈ വീട് ആരുടെ പേരിലാന്ന് മനു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണേ. ബാലചന്ദ്രന്റെ പേരില്. ഞാൻ ഈ വീടിന്റെ മുകൾ ഭാഗം അങ്ങ് വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് പിന്നിലൂടെ മുകളിലേക്ക് ഒരു സ്റ്റെയർ അങ്ങ് ഘടിപ്പിക്കും. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെയറിൻ്റെത് അങ്ങ് അടയ്ക്കും. എന്നിട്ട് രോഹിത്തിനെ താഴേക്ക് ഇറക്കിയിട്ട് ഞാൻ ആ റൂമില് താമസിക്കും. മുകളില് ഒരു കിച്ചണും അങ്ങ് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഞാനും അങ്കിളും അലീനയും മുകളിൽ തന്നെ താമസിക്കും. ആന്റി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്നാ പിന്നെ നീ അവളെ അങ്ങ് കെട്ട്, എന്നാത്തിനാണ് കുറയ്ക്കുന്നത്? കെട്ടിക്കൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആന്റി ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കൊല്ലപ്പള്ളിയിൽ ഒരു വീടുണ്ട്, അങ്ങോട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. നീ അവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ, പക്ഷെ ഇവിടെ പറ്റത്തില്ല എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആന്റിയുടെ ഈ ദുർവാശി, കടുത്ത വിദ്വേഷം, സ്ഥാനവും മാനവും ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ മറന്നുകൊണ്ടുള്ള ഈ വെല്ലുവിളി ഒന്ന് മാറ്റി വെച്ചാൽ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകും. ഞാന് പലയിടത്തും തോറ്റുപോയതാണ്, അതുകൊണ്ട് എനിക്കിവിടെ ജയിച്ചേ പറ്റുള്ളൂ. ഒരു വേലക്കാരിയെ പറഞ്ഞയച്ചിട്ട് എന്ത് വിജയാണ് ആന്റി? അലീനയെ പറഞ്ഞയച്ചെന്ന് വിചാരിച്ചിട്ട് ആന്റി ജാൻസി റാണി ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. അത് ഒരു നാണം കെട്ട വിജയമായിരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. മനു, നീ കൂടുതലൊന്നും എന്റെ അടുത്ത് സംസാരിക്കണ്ട. എന്തായാലും ആന്റി, എനിക്കൊരു കാര്യം മനസ്സിലായി. ആന്റിക്ക് അങ്കിളിന്റെ ആയുസ്സും ആരോഗ്യമൊന്നും ഒരു പ്രശ്നമല്ല, മക്കളുടെ സുരക്ഷിതവും പ്രശ്നമല്ല. ആന്റിക്ക് ആന്റിയുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത് കേൾക്കുമ്പോ നിന്നോട് തർക്കിക്കാൻ താനില്ല എന്നും നീ പോയിട്ട് അലീനയുടെ മൂഡ് താങ്ങുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. താൻ ആരുടെയും മൂഡ് താങ്ങാൻ വേണ്ടി വന്നതല്ല, അലീനയോട് എത്രയും വേഗം തന്നെ പോയിക്കോളാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. ഞാനാണല്ലോ കൂട്ടിക്കൊണ്ടു വന്നത്. അവള് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ കൂടി തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ആന്റി ഒറ്റൊരാൾ മാത്രമായിരിക്കും ഉത്തരവാദി. അലീന ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് അതിന്റെ പേരിൽ എന്ത് ഭോഗം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം വൈജയന്തി ഏറ്റെടുക്കും എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിന് മറുപടി ഒന്നും കൊടുക്കാതെ മനുവാണെങ്കിൽ വൈജയന്തിക്ക് അരികിൽ നിന്ന് പോവുകയാണേ. കാരണം ഇതിനോട് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടുന്ന് മനു പോകുന്നത്. അവിടുന്ന് നേരെ മനു ചെല്ലുന്നത് മുത്തശ്ശിക്ക് അരികിലേക്കാണ്. മുത്തശ്ശി എന്ന് മനു വിളിക്കുന്നത് കേൾക്കുമ്പോ നീ വന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടേ. വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ മുത്തശ്ശി. അലീനയെ മോൻ അന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. അന്ന് ഒരു നല്ല കാര്യമായിരുന്നു അത്. ഇന്ന് നീ ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കി, അതാണ് ഇപ്പൊ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. പാലം കടന്നല്ലോ, ഇനി കൂരായണ. പഴഞ്ചൊല്ല് എത്ര കറക്റ്റാണ്. എടാ മോനെ, ഒരു കുടുംബം നശിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് ഈ മുത്തശ്ശി പറഞ്ഞത്. ആരാണ്? അലീനയാണോ കുടുംബം നശിപ്പിക്കുന്നത്? അതെ എന്ന് മുത്തശ്ശി പറയുമ്പോ ഇവിടുത്തെ കുടുംബനാഥ ആരാണ്? വൈജയന്തി ആന്റി എന്ന് മനു പറയുമ്പോ അവൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ വേണ്ടി പറഞ്ഞ് കേൾക്കാത്ത ഒരു ജോലിക്കാരി ഇവിടെ എന്തിനാണ്? വൈജയന്തി ആന്റിക്ക് മുകളില് വേറൊരാൾ ഇരിപ്പുണ്ട്, ബാലചന്ദ്രൻ അങ്കിള് പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവള് എന്ത് ചെയ്യും? അവൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്നുള്ള കാര്യം അവന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവണ്ടേ? അത് പോട്ടെ, അവന്റെ 3 മക്കൾക്ക് മനസ്സിലാവുന്നില്ല. എന്തിന് എനിക്കും മനസ്സിലാകുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് രാജീവിനെ വരുത്തി അവനും മനസ്സിലാകുന്നില്ല. അങ്കിളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആളെ വെച്ചിരിക്കുകയാണ്, അതും അങ്കിളിന്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട്. വീട്ടുജോലിക്കാരിയല്ല, ഹോം നേഴ്സിനെ. അതിനുള്ള അവകാശം ആ അങ്കിളിനില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു കുടുംബത്തിലെ നാഥൻ ആ കുടുംബത്തിന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. എങ്കിൽ മാത്രമേ ഒരു കുടുംബനാഥനാവുള്ളൂ. സ്വന്തം ഭാര്യയ്ക്ക് എതിർപ്പുള്ള ഒരാളെ തന്നെ കൂട്ടിൽ നിർത്തണമെന്ന് അവൻ എന്തിനാണ് ഇത്ര നിർബന്ധം? വേറെ ആരെങ്കിലും നിർത്തിക്കൂടെ? മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാറായല്ലോ, ഇപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് മനുയുടെ ചോദ്യം കേട്ടിട്ട് നീ പറഞ്ഞതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളവും അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ആരുടെയും ഔദാര്യമൊന്നുമല്ല.
എന്റെ അഭിപ്രായം അലീന ഇവിടുന്ന് പോണത് തന്നെയാണ്. ഒന്നാമത് മനുഷ്യൻ എന്ന് പറയുന്നത് നന്ദി കെട്ട വർഗമാണ്. കാര്യം കാണുന്നത് വരെ മാത്രമാണ് ഈ സ്നേഹവും കൂറും ഒക്കെ ഉണ്ടാവുക. അത് കേൾക്കുമ്പോ മുത്തശ്ശിക്കും ചെറുതായിട്ടൊന്ന് നോവുന്നുണ്ടേ. അലീന ചെയ്ത തെറ്റെന്താണെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല. വൈജയന്തിയുടെ തലയിൽ ചവിട്ടി നിൽക്കുകയാണത്രേ. അല്ല, വൈജയന്തി എന്തിനാണ് അവളുടെ കാൽക്കൽ കൊണ്ടുപോയിട്ട് തല വെച്ചിരിക്കുന്നത്? വേറെ എന്തുമാത്രം സ്പേസ് ഉണ്ട്, അവിടെ ഒന്നും വേണ്ട. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് പോലെ അലീനയുടെ പുറകെ നടന്നിട്ട് പോ 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 എന്ന് പറയുന്നു. കുറച്ച് ഭസ്മവും അതുപോലെ ചൂരലും ഒരു 2-3 ചെമ്പരത്തിപ്പൂവും കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദികളടക്കം തോറ്റുപോകും. നാണമില്ലേ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ബാങ്കിലെ മാനേജറാണ്. പക്ഷെ ചിന്തയാണെന്നുണ്ടെങ്കിൽ കൂതറ ലെവലും. എന്തായാലും ഞാൻ അലീനയും അതുപോലെ തന്നെ അങ്കിളിനെയും കണ്ടു നോക്കട്ടെ, എന്നിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ പറയാം. അതിനുവേണ്ടി മാത്രം വന്നാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങുവാണേ മനു. അത് കഴിഞ്ഞ് മനു ബാലചന്ദ്രന്റെ മക്കളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാജീവൻ അങ്കിൾ ഇവിടെ വന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അലീനയെ ഇവിടുന്ന് പറഞ്ഞു വിടാനെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ അടുത്തായിട്ട് അവരവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അലീന തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നില്ലേ, അല്ലെങ്കിൽ അലീന ഒരു മോശപ്പെട്ട ആളാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ബബിത പറയുന്നത് അവൾ ഇവിടുന്ന് പോകണമെന്നും അവളെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്ന് മനുവിന്റെ ചോദ്യത്തിന് ഞങ്ങളുടെ പ്രൈവസിയിൽ കൈ കടത്തും എന്നുള്ള കാര്യമാണ് ബബിത പറയുന്നത്. എന്ത് പ്രൈവസിയിലാണ് കൈ കടത്തിയത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പോ അതല്ല, ഞാൻ ഫോൺ ചെയ്തപ്പോ അതുമല്ല, വെറുതെ ആവശ്യമില്ലാതെ ഉപദേശിക്കാൻ വേണ്ടി വരും. ശരിയാണ്, അവള് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരുന്ന ബാലചന്ദ്രന്റെ മകൻ പറയുന്ന സമയത്ത് നിന്നെ അവള് ഉപദേശിച്ചല്ലേ ഉള്ളൂ, അല്ലാതെ മട്ടലെടുത്ത് തല്ലിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോ ഇതൊക്കെയാണല്ലേ അലീന ചെയ്തിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങള്. ഓക്കെ, എന്തായാലും അലീന ഇവിടുന്ന് പോകണം എന്നുള്ള അഭിപ്രായമുള്ളവര് ആരൊക്കെയാണ്? പ്ലീസ് ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ 3 പേരും കൈപോക്കുന്നുണ്ട്. 3 പേരും കൈപോക്കിയത് കൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം മനുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്ന് ബബിത പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അച്ഛന് ഇഷ്ടമാണല്ലോ എന്ന് മനു ചോദിക്കുമ്പോൾ ആ ഇഷ്ടം അത്ര നല്ലല്ലോ. അല്ലേ, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ബബിത? അച്ഛനും അലീനയും തമ്മിൽ അരുതാത്ത എന്തെങ്കിലും മോശമായിട്ടുള്ള ബന്ധമുണ്ടെന്ന്? അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് ബബിത പറയുമ്പോൾ മനു കൃഷ്ണമോളെടുത്ത് ചോദിക്കുന്നുണ്ട്. അച്ഛന് അലീന ചേച്ചിയെ ഇഷ്ടമാണ്, എന്നെ പോലെ തന്നെയാണ് അച്ഛൻ അലീന ചേച്ചിയും കാണുന്നത്. നീ എന്ത് പറയുന്നു രോഹി? സദാചാര പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അലീനയും നിന്റെ അച്ഛനുമായിട്ടുള്ള പെരുമാറ്റത്തിന്? അല്ല, നീ അവളെ കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ആ വഴിക്ക് നിനക്ക് അവളെ കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നീ റേപ്പ് പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനും ആ ടൈപ്പാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അലീന പൈസയ്ക്ക് വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് ശൃംഗരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ബബി? ഇല്ല എന്നാണ് ബബിതയുടെ മറുപടി. കൃഷ്ണയ്ക്ക് നേരെ ചെല്ലുമ്പോഴേക്കും അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല രണ്ടുപേരും, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അമ്മയ്ക്ക് ഇഷ്ടമല്ല അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത്, പക്ഷേ അച്ഛന് ഇഷ്ടമാണല്ലോ. അവർ തമ്മിലുള്ള വടംവലിയല്ലേ നടക്കുന്നത്. നിങ്ങൾ ആരുടെ പക്ഷത്താ എന്ന് മനു ചോദിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും അമ്മയുടെ സൈഡാണ്, അതിന് ഒരു മാറ്റവും ഇല്ല എന്ന് ബബിത. അമ്മ ജയിക്കട്ടെ അല്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ തോക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് മറുപടി ഒന്നും പറയുന്നില്ല. അല്ല, അമ്മ ജയിച്ചാൽ മാത്രമല്ലേ അച്ഛൻ തോക്കുള്ളൂ. തോക്കട്ടെ, ഒരു പ്രശ്നവും ഇല്ല എന്ന് ബബിത. അവളെ പിരിച്ചുവിട്ടതിന്റെ പേരിൽ അച്ഛൻ തോക്കുകയാണെങ്കിൽ തോക്കട്ടെ, അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് രോഹിയും പറയുന്നുണ്ട്. അല്ല, അമ്മ ഇപ്പൊ ജയിക്കേണ്ട കാര്യം എന്താണ്? അച്ഛൻ തോൽക്കാണല്ലോ ചെയ്യുന്നത്. അമ്മയ്ക്ക് സമാധാനം സന്തോഷം കിട്ടട്ടെ എന്ന് രോഹിത് പറയുന്ന സമയത്ത് അപ്പോ അച്ഛൻ ഈ സമാധാനം സന്തോഷമൊന്നും വേണ്ടേ? അല്ല, അച്ഛന്റെ പ്രശ്നം എന്താന്ന് ബബിത ചോദിക്കുമ്പോ അലീന ഇവിടെ താമസിച്ചിട്ട് ഈ വീടും കുടുംബവും ഭംഗിയായിട്ട് നോക്കണം എന്നാണ് അച്ഛന്റെ സന്തോഷം. അപ്പോ അത് വേണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും കൃഷ്ണന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അമ്മ എന്ന് വീട് എങ്ങനെ പോയാലും കുഴപ്പമില്ല, മക്കള് എങ്ങനെ പോയാലും കുഴപ്പമില്ല, അലീന ഇവിടുന്ന് പോകുമ്പോൾ കിട്ടുള്ള സന്തോഷം മാത്രം മതി. നിങ്ങൾ നെഗറ്റീവിന്റെ കൂടെയാണോ പോസിറ്റീവിന്റെ കൂടെയാണോ എന്നുള്ള മനുവിന്റെ ചോദ്യത്തിന് മറുപടിയായി കൃഷ്ണേന്ദു പറയുന്നുണ്ട്, 2 പേരും നെഗറ്റീവാണ്. ശരി, എന്തായാലും ഞാൻ ഇനി നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മനു ബാലചന്ദ്രന്റെ അരികിലേക്ക് പോവാണ്. മനു പോയി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം. മനുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയും അച്ഛനും തമ്മിലുള്ള വടംവലി എന്ത് വലിയായാലും കുഴപ്പമില്ല, അവള് ഇവിടെ വേണ്ട. അമ്മ തോക്കുന്നതേ അച്ഛനോടല്ല അവളോടാണ്, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രോഹി അവിടുന്ന് കയറി പോവാണേ. തുടർന്ന് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് മനു എത്തുന്നതിന് മുമ്പായിട്ട് ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം വരികയും ആ ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കയ്യിലിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് മനു അങ്കിളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്കിൾ എന്താ ഫോൺ എറിഞ്ഞ് തകർക്കാൻ വേണ്ടി പോവുകയാണോ? 2 സെക്കൻഡ് വൈകിപ്പോയി. അങ്കിളെ, ഫോണിനുണ്ട് ആയുസും ജാതകവും ഒക്കെ. അത് ശരിയാണ്, ഇവിടുത്തെ ഫോണുകൾക്ക് തലയിൽ എഴുത്തുണ്ട്. അങ്കിൾ ഇവിടെ കില്ലിംഗ് മോഡിലാണെന്നുള്ള കാര്യം അറിഞ്ഞോ എന്ന് മനു പറഞ്ഞത് കേൾക്കുമ്പോൾ
ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാണേ. സിക്സ്ത് സെൻസ്, നീ രാജീവിനെ കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? കണ്ടു, അങ്കിള് തോക്ക് ചൂണ്ടി പേടിപ്പിച്ചു എന്നുള്ള കാര്യം കേട്ടു. ഇത് കേട്ട ബാലചന്ദ്രൻ ചൂണ്ടിയതല്ലേ ഉള്ളൂ എന്ന് ഒരു പുഞ്ചിരോട് കൂടിയിട്ട് പറയുന്ന സമയത്ത് അങ്കിൾ എന്തൊക്കെയായി കാണിക്കുന്നത്? അങ്കിള് എന്റെ മനസ്സിലൊരു വിഗ്രഹമാണ്, അത് തകർത്ത് കളയല്ലേ എന്ന് പറയുമ്പോൾ ഇനി തകരാൻ എന്താണുള്ളത്? ഉടഞ്ഞ് വിണ്ട് കയറിയിരിക്കുകയാണ്. ദേ ഇങ്ങനെയൊന്ന് തട്ടിയാൽ മാത്രം മതി, 100 കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിതറിപ്പോകും. അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്? വൈജി ആന്റി ദുശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. കാരണം ആന്റിക്ക് പല ബലഹീനതകളും ഉണ്ട്. ഫിസിക്കലി ആൻഡ് മെന്റലി ആന്റിയുടെ വിഷനും ചെറുതാണ്. എന്നാൽ അങ്കിൾ അങ്ങനെയാണോ? ലോകം കണ്ടിട്ടുള്ളതല്ലേ എത്ര രാജ്യങ്ങള്, എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യര്. മനുവിന്റെ സംസാരം കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ പറയുന്നു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്കിളെ, ഈ വീട്ടിലെ വഴക്ക് പണ്ട് അങ്കിളിന്റെയും ആന്റിയുടെയും മനസ്സിൽ മാത്രമായിരുന്നു. അത് പതിയെ വീട്ടിലുള്ളവരുടെ ഇടയിലേക്കും കൂടി പകർന്നു. അത് പതിയെ പുറപ്പെട്ടിട്ട് കൊല്ലപ്പള്ളിയിലും പിന്നെ അവിടുന്ന് പുറപ്പെട്ട് ദുബായിലും സിംഗപ്പൂരിലും ഒക്കെ എത്തി. ഇതിനൊരു അന്ത്യം വേണ്ട എന്ന് മനുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അങ്കിള്, ഇതിന് ഒരു ഫിനിഷിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക. വീടിന്റെ അപ്പുറത്ത് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്തോട്ടെ, ഒരു പ്രശ്നവും. മനുവേ, അത് ഒരു ഫിനിഷിംഗ് പോയിന്റ് അല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അങ്കിളെ, ശരിക്കും ഇവിടെ എല്ലാവരും അടുത്തു. ഞാൻ അങ്കിളുടെ 3 മക്കളെടുത്ത് സംസാരിച്ചു. അവരും പറയുന്നത് അലീന പോണോ എന്നാണ്. മുത്തശ്ശിയുടെ അടുത്തും പിന്നെ വൈജയന്തിന്റെ കാര്യം പറയണ്ടല്ലോ. അങ്കിളെ, ശരിക്കും അങ്കിള് ഒറ്റയ്ക്കായി, ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോ, എടാ മനു, അവര് 5 പേരുടെയും 100 ഇരട്ടി ശക്തിയുണ്ട് എന്റെ ഓരോ വാക്കിനും പ്രവൃത്തിക്കും പെരുമാറ്റത്തിനും. 5 പേരും കൂടി ചേർന്നിട്ട് എനിക്ക് നേരെ ഒന്ന് പയറ്റി നോക്കട്ടെ. അങ്കിള്, ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? ഇത് വെല്ലുവിളിയല്ല മനു, ഓരോ ദിവസവും ഞാൻ 50 വട്ടം ആലോചിക്കാറുണ്ട്. ആത്മഹത്യയാണോ കൊലപാതകമാണോ നല്ലതെന്ന്. ഓരോ ദിവസവും നേരം വെളുക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ നിൽക്കുന്നത് ഒരു തെറ്റായിട്ട് നീ കാണരുത്. അങ്കിളുടെ മക്കളിനെ കുറിച്ച് ചിന്തിക്കേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അങ്കിളിന് 2 പെൺകുട്ടികളാണ്, പിന്നെ മൂത്തത് ആൺകുട്ടി, അവന്റെ കാര്യം വിട്ടേക്ക്. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടാ മനു, ഭൂമിയിലെ ജനസംഖ്യ കൂട്ടാൻ വേണ്ടി എന്റെ സംഭാവന കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് മക്കളെ ജനിപ്പിച്ച ഒരു അച്ഛനല്ല ഞാന്. അതിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ഉണ്ടായേനെ ഡസൻ കണക്കിന് മക്കളുകള്. ബാലചന്ദ്രൻ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. എന്തുകൊണ്ട് മനസ്സ് വെച്ചില്ല? ഞാൻ മെനഞ്ഞ വീട്ടില് എന്റെ സ്വന്തം ഭാര്യയിൽ, എന്റെ സന്തോഷത്തിൽ, എന്റെ അഹംഭാവത്തിൽ, എന്റെ ആത്മസംതൃപ്തിയില് എന്റെ കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോ അല്ലേ എന്ന് മനു പറയുന്നത് കേൾക്കുമ്പോ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു നീ പോ, ബാലചന്ദ്രനോട് ന്യായം പറയാനായിട്ടില്ല, നീ ചെറുതാണ്, പോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് തിരിഞ്ഞ് അവിടെ പോയി ഇരിക്കുവാണ്. അത് കേട്ട മനു ആണെങ്കിൽ ബാലചന്ദ്രന്റെ പുറകെ ചെന്നിട്ട്, അങ്കിളെ, എന്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി, കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനയെ ഇവിടുന്ന് മാറ്റി നിർത്താം. നോ എന്ന് മാത്രമല്ല, 1 മിനിറ്റ് നേരത്തേക്ക് മാറ്റി നിർത്തില്ല എന്നാണ് ബാലചന്ദ്രന്റെ മറുപടി. കാരണം എന്താന്നുള്ള കാര്യം നിനക്കറിയോ? അവളാണ് എന്നെ തുറപ്പിച്ചിട്ട്. ക്യൂനാണോ, കേസാണോ, കിങ് ആണോ, അതോ ഇനി വെറും 7ാം കൂലിയാണോന്നൊന്നും ആർക്കും അറിയില്ല. സമയാകുമ്പോ അതെടുത്ത് ഞാനൊരു വെട്ടുവിട്ടു. ഇപ്പോ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്, ആരും കാണാതെ. അങ്കിൾ അലീനയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ലേ എന്ന് മനു വീണ്ടും ചോദിക്കുമ്പോ ബാലചന്ദ്രന്റെ മോനെ ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, അല്ല. അങ്കിളെ, ഇതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് അങ്കിള് മാത്രമല്ല നിരപരാധികളും കൂടിയാണെന്നുള്ള കാര്യം പറയുമ്പോ, വേണ്ട, എന്താ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയോ? അതിൽ നിന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ബാലചന്ദ്രൻ അമ്പനും വില്ലനും അടുക്കില്ല എന്നുള്ള കാര്യം. പോവും അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഇറങ്ങുവാണ്.